പരിശുദ്ധാത്മാവിനെ വിളിക്കണല്ലോ രാവിലെ എണീക്കുമ്പോഴേ പരിശുദ്ധ ഇതറിയണല്ലോ, ഇതറിയാലോ. ചില സമയത്ത് ഇത് ഓർക്കത്തില്ല, ചില സമയത്ത് ഓർക്കും. ഓർക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ചാടിയിരിക്കും ചില ചില ദിവസം കേട്ടോ. ഇങ്ങനെ ഇപ്പൊ കറങ്ങി 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 വേറെ എവിടെ പോയി? നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് അഭിഷേകം പകർച്ചവ്യാധിയിലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആഷ്ലി ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വേറെ സൈഡിലേക്കൊക്കെ പോകുമല്ലോ. അപ്പൊ ആ സൈഡിലേക്കൊക്കെ പോയി. അപ്പം പിന്നെ അതിനെ കുറിച്ച് ആഷിക്ക് എന്താ എന്റെ തോന്നുന്നത്? മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞാനിങ്ങനെ പറയുമ്പം ആ അപ്പുറത്തേക്ക് ആൾക്കാർക്ക് എങ്ങനെയാലും ഈശോയുടെ സ്നേഹം കിട്ടണം. ആഷ്ലിയുടെ ഈ മാറ്റം കാണുമ്പോൾ ആഷ്ലിയുടെ കൂട്ടുകാർ ആഷ്ലിയെ കളിയാക്കാറുണ്ടോ? എന്തിനാടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇത്ര ഓവറല്ലേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കാറുണ്ടോ? ഉറപ്പായിട്ട് എന്തിനാണിത് നിനക്ക് ഭ്രാന്തല്ലേ, വട്ടല്ലേ, ഇങ്ങനെ അങ്ങനെ പറയാ. ഈശോയുടെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അല്ലേ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയുന്നു യെസ് എനിക്ക് ഇതാണ് വേണ്ടത്, യെസ് ഈശോയ്ക്ക് ഇതായിരുന്നു, യെസ് അതായിരുന്നു. ആഷ്ലി പ്രൈസ് ലോർഡ്. ഓക്കെ. പ്രൈസലോട്ട്. ആ ആഷ്ലിനെ എല്ലാവർക്കും അറിയാം. ആഷ്ലി ആഷ്ലി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ആൾക്കാർക്കെല്ലാം ആഷ്ലി അറിയാം. അപ്പം ആഷ്ലി ഇനി പറയാത്ത ആഷ്ലിയെ കുറിച്ചും പറയാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം പറയുമ്പോൾ അതങ്ങനെ നമുക്കങ്ങനെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ മുന്നോട്ടുള്ള സമയങ്ങളിലേ. യെസ്. അപ്പൊ അതായത് ആഷ്ലി ഈശോയെ അറിയുന്നത് എന്നാണ്? ഈശോയെ സ്നേഹത്തിലേക്ക് വരുന്നത് എന്നാണ്? ഞാന് ഞാൻ ഇങ്ങനെ ഒട്ടും അങ്ങനെ എനിക്ക് അങ്ങനെ വിശ്വാസമോ അങ്ങനെയൊന്നും ഇതിപ്പം സാധാ പോലെ എല്ലാ ഒരു സൺഡേ കുർബാനയും ഇപ്പൊ ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയും ആ ഒരു കുർബാനയ്ക്ക് പോവാ, രാവിലെ ഇങ്ങനെ കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തിനാ കുർബാനയ്ക്ക് പോകുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട്. പക്ഷെ അതിനെപ്പറ്റി അത്ര ഒരു ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അത്രയും ഒരു വിശ്വാസമൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ ഒരു എന്തോ ഒരു ഇതിന് പോലെ പോകുന്നു, അങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം പ്ലസ് ടു ഒക്കെ പഠിച്ച് കഴിയുമ്പോഴാണ് പ്ലസ് ടു ഒക്കെ പഠിച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ ഒരു ധ്യാനമൊക്കെ കൂടുന്നത്. ആ ധ്യാനത്തിലാണ് ഞാൻ ശരിക്കും ശരിക്കും ഈശോ ഉണ്ടെന്നും ഈശോ ശരിക്കും ജീവനുള്ള ഈശോ ആണെന്നും പവറുള്ള ഈശോ ആണെന്നും ജീവിക്കുന്ന ഈശോ ആണെന്നൊക്കെ മനസ്സിലായതും. ഇതൊക്കെ ശരിക്കും ചുമ്മാ പറയുന്നതല്ല, ശരിക്കും സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതൊക്കെ ധ്യാനം കൂടി കഴിഞ്ഞ തന്നെയാണ്. എനിക്ക് ഓക്കെ. തോന്നുന്നു ഞാൻ അതെന്നാ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാൻ അതെ, അത് വർഷം ഏതായിരിക്കും? 2022 ഞാൻ പ്ലസ് ടു പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 2022 നമ്മൾ ധ്യാനം ഒരുപാട് പേര് കൂടാറുണ്ടല്ലോ. അവരെല്ലാവരും ധ്യാനത്തിന്റെ ഫൈനൽ ഡേയിൽ ഈശോയെ അനുഭവിക്കാറുണ്ട്. 2022 ഈശോയെ ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയുന്നു. ആഷ്ലി ഈശോയിലേക്ക് എത്തുന്നു. ഈ ആഷ്ലി ഈശോയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോവാണല്ലോ. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ആഷ്ലിക്ക് ഉണ്ടായ ഒരു 2023, 24 അങ്ങനെ ഓരോ വർഷങ്ങൾ എടുത്തെടുത്ത് പറയാൻ പറ്റുമോ? ഓരോ വർഷങ്ങളിൽ ഈശോയെ എങ്ങനെ എങ്ങനെ അറിഞ്ഞറിഞ്ഞു പോയതെന്നുള്ള സാധനം, ആ ഡെവലപ്മെന്റ് പറയാൻ പറ്റുമോ? ഞാനത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. ഇങ്ങനെ ഓരോ ആണോ? വർഷം കൂടുമ്പോഴും വന്ന മാറ്റങ്ങളെ എന്ന് വെച്ചാ ഈ 2023 ഞാൻ 2022 അപ്പൊ 2022 എന്ന് പറയുമ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 5-6 മാസം വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലേക്ക് എത്തുന്നത്. അത് ഞാൻ കാര്യം കോളേജിലേക്ക് കേട്ടെ. ഇതിങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് ഓരോ വർഷം ഉണ്ടായൊരു പറഞ്ഞു മാറ്റമുണ്ട്. പറഞ്ഞു 2026 ആകുമ്പോഴേക്കും അരമണിക്കൂർ ആവരുത്. കുറച്ച് 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 സമയത്ത് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 2023 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ജീസൂത്തിലേക്ക് വരുന്നതും. അങ്ങനെ ഞാന് എന്റെ മനസ്സിൽ അപ്പൊ ആദ്യം ഈ പറയുന്ന 2022 ഞാൻ ഈശോ അറിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനങ്ങനെ എനിക്ക് ദിവ്യകാരുണ്യത്തോട് ഭയങ്കര ദിവ്യകാരുണ്യത്തിന്റെ ഉള്ളില് ഉള്ള ഒരു ശക്തിനെ പറ്റി എനിക്ക് മനസ്സിലായതും. അത് കഴിഞ്ഞ പിന്നെ അവിടെയാണ് എനിക്ക് ഈശോ ദിവ്യാനത്തിൽ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്ക് ധ്യാനം കൂടി കഴിഞ്ഞിട്ട് കിട്ടിയത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു സാധനം. അങ്ങനെയല്ല എല്ലാ ദിവസവും അങ്ങനെ കുർബാനയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അത് അങ്ങനെ അങ്ങനെ 3-4 മാസം വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജിലേക്ക് വരുന്നു. കോളേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജീസൂത്തിലേക്ക് വരുന്നു. ജീസൂത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഈ കുർബാനെ പറ്റി ഇങ്ങനെ കേൾക്കുക. കുർബാനെ പറ്റി ഇപ്പൊ എന്നെ സംബന്ധിച്ച് കുർബാനയാണല്ലോ എനിക്ക് ഇത് ജീവനുണ്ടെന്നുള്ളത് സാധനം മനസ്സിലായത്. അപ്പം ഈ കുർബാന ഇവരിങ്ങനെ പറയുന്ന കേൾക്കുന്നു, ഈ ഷെയറിങ്സുകളൊക്കെ കേൾക്കുന്നു. അപ്പൊ ഞാനപ്പം
ഇത് ഇവരിങ്ങനെ പറയായിരുന്നേ, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ നമ്മള് കുർബാന മുടക്കരുത്, കുർബാനയിൽ ഇങ്ങനെ ഈശോ ശരിക്കും പെടയുവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇതിങ്ങനെ ശരിക്കും കയറുമായിരുന്നു ഉള്ളിലോട്ട്. അപ്പൊ ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ കുർബാന എല്ലാ ദിവസവും പോകാൻ തുടങ്ങിയത്. അവിടെ അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും, പക്ഷെ ഞാൻ ബൈബിള് വായിക്കത്തില്ലായിരുന്നു. ആ സമയത്തൊന്നും ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. അല്ല, ഒരു ഞാൻ വർഷം ഞാൻ എനിക്ക് തോന്നുന്നു ചോദിച്ചത് ഈ നമ്മുടെ ഒരു ഈശോയുള്ള ബന്ധത്തിന്റെ ഒരു ഗ്രാഫാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അതായത് ചിലപ്പോൾ ചില ആൾക്കാർ ധ്യാനം കൂടി കഴിയുമ്പോൾ എനിക്ക് ഈശോയോടുള്ള, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഈശോയുടെ വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈശോയുടെ ബന്ധം എങ്ങനെ എങ്ങനെ കൂടി കൂടി വന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈശോയുടെ ബന്ധത്തിന്റെ ഗ്രാഫ് ഉണ്ടല്ലോ, ഓരോ കൂതാശകളിലേക്ക് പോകാതെ ഈശോയുടെ ബന്ധത്തിന്റെ, ഒരുപാട് പേര് ധ്യാനം കൂടുന്നുണ്ട്. അവരൊക്കെ ഉം, ധ്യാനം കൂടിക്കഴിഞ്ഞ് അവരുടെ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ അവർ പിന്നെയും തിരിച്ച് പഴയ പോലെ പോകും, അല്ലെങ്കിൽ 6 മാസം പിന്നെയും തിരിച്ചു പോലെ പോകും. പക്ഷെ ആഷ്ലിയുടെ ലൈഫിൽ ഞാൻ കണ്ട ഗ്രാഫ് എന്ന് വെച്ചാൽ, ആഷ്ലി ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ കൂടി 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 വരുന്നത് കാണുന്നത്. മുന്നോട്ട് പോകും തോറും ഈ ഒരു ഇതിങ്ങനെ കൂടിക്കൂടി വരുവാണ്. പിന്നെ ഉം, ഈശോയെ ആദ്യ കാലങ്ങളിൽ ആഷ്ലിക്ക് ഈശോയെ കൊടുക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. വലിയ ഉം, പിന്നെ പിന്നെ അങ്ങോട്ട് ശക്തമായിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹം വന്നു. അപ്പൊ അങ്ങനെ ഉം, ഒരു ഗ്രാഫ് വ്യത്യാസമുണ്ട് ആഷ്ലിക്ക്. അപ്പം ഉം. അങ്ങനെ ഒരു സാധനം ഞാൻ ചോദിച്ചത്, ആ ഒരു വ്യത്യാസം എങ്ങനെ, ആ ഒരു വ്യത്യാസം ആണ് ഞാൻ ചോദിച്ചത്. വ്യത്യാസം എന്ന് പറഞ്ഞ മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള മാനസാന്തരമാണ് ഞാൻ ചോദിക്കുന്നത്. ഉം, ഉറപ്പായിട്ടും അതെ. അത് ശരിയാണ്. എനിക്കിങ്ങനെ കൊടുക്കണം എന്നുള്ള സാധനമില്ല. അത് എപ്പോഴും എന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നെ ഇത് വളർത്താൻ സഹായിച്ചതും, അല്ലെങ്കിൽ എനിക്കൊരു ബന്ധം കൂട്ടാൻ സഹായിച്ചതും, ബന്ധം കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൂടാൻ സഹായിച്ചതും കമ്മ്യൂണിറ്റിയാ. മീൻസ് ഞാൻ കമ്മ്യൂണിറ്റിയുടെ കൂടെ, ഞാൻ ഇത് ഈ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5-6 മാസം വീട്ടിൽ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമായിരുന്നു. ഒരു കമ്മ്യൂണിറ്റി പോയിരുന്നു. ജീസൂത്തിന്റെ ഈശ്വരത്തില്. കാര്യങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നന്മാരെതിരേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിറ്റി കയറുമായിരുന്നു. കമ്മ്യൂണിറ്റി കയറി കഴിഞ്ഞപ്പം ഈ എനിക്ക് ഈ അഭിഷേകം കിട്ടിയതായിരിക്കും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ തന്നെയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതെ, ഞാനിപ്പോൾ ഓർക്കും, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഈ ജീസൂത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്മവരില്ലായിരുന്നെങ്കിൽ, ഞാൻ ധ്യാനം കൂടി ഞാൻ വേറെ എവിടെയെങ്കിലും പോയേനെ. എന്നുവെച്ചാൽ ഈശോയുടെ ദൈവഹിത പ്രകാരം കർത്താവ് എനിക്ക് എന്നിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഈശോ ചെയ്തു. അത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലായിരുന്നോണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ. പക്ഷെ അത് തന്നെ അങ്ങ് ഈശോ അങ്ങ് വളർത്തുമായിരുന്നു. ഈശോയുടെ നമ്മുടെ ബന്ധത്തിൽ അങ്ങ്, കാരണം ഇപ്പൊ ഇവര് ഈ പറയുന്ന ആത്മാക്കളുടെ വേദനയൊക്കെ എന്റെ മനസ്സില് എനിക്ക് ഇതിന് ഇവര് ഈ ആൾക്കാരെ ആത്മാക്കളെ പ്രതി ഇങ്ങനെ വേദനിക്കുന്നു എന്നൊക്കെ കാണും. എന്നുവെച്ചാ എനിക്കതില്ല, പക്ഷെ എനിക്കത് ആവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഈശോ അടുത്ത് പോയിട്ട് എനിക്ക് വേണം ഈശോയെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു അല്ല, തീഷ്ണത കണ്ടിട്ട് എനിക്ക് അത് തീഷ്ണതാവുമായിരുന്നു. അതൊന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്കിങ്ങനെ, ഇപ്പം ഈ ഒരുപാട് പേര് ഇങ്ങനെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ കമ്മ്യൂണിറ്റികളിലുണ്ട്. പക്ഷെ അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ ആത്മാക്കളെ പ്രതി ഒരു വേദന എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങനെ ഒരു വരും, പ്രാർത്ഥിക്കും, പോവും. പക്ഷെ ആത്മാക്കളെ പ്രതിയുള്ള വേദന എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് അതൊന്നുകൂടെ ഒന്ന് എങ്ങനെയാണ് ആഷ്ലി എത്തിയത്? ഇപ്പൊ ആ ഒരു മൊമെന്റ് പറയാമോ? ഇപ്പൊ എത്തിയ ഒരു മൊമെന്റ്, ഒരാളെ ആ ഒരു സാധനം, എന്നിട്ട് ആഷ്ലി അതിനോട് എന്താ ചെയ്തേ? ആത്മാക്കളെ ആ വേദന ഉണ്ടാകുമ്പോൾ ആഷ്ലി എന്താ ചെയ്തേ? ആ വേദനക്ക് എങ്ങനെ എത്തിയത് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു സിറ്റുവേഷൻ എടുത്ത് പറയാൻ പറ്റുമോ? സിറ്റുവേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ വന്ന സമയത്ത്, എന്നുവെച്ചാൽ ഞാൻ GCP കേറുന്ന സമയത്ത്, ഇങ്ങനെ കുറെ പേര്, ഞാൻ അങ്ങനെ ഒട്ടും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആ സമയത്ത് കേൾക്കുമായിരുന്നു. ആദ്യം വന്നതേ അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പറയാനൊക്കെ തോന്നും. ഞാൻ ഈശോയ്ക്ക് പറയാൻ തോന്നും, അങ്ങനെ തോന്നുമായിരുന്നു. ഏഹ് എനിക്ക് ഇതുപോലെ ആവണം. കാരണം ഇവര് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈശോയോട് കൂടുതൽ സ്നേഹമുണ്ട്. അങ്ങനെ ഒരു സാധനമായിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്ക് കൂടുതൽ സ്നേഹമുണ്ട്, എനിക്കും ഇവരെ പോലെ സ്നേഹിക്കണം, അങ്ങനെയായിരുന്നു. അപ്പൊ ഇവർക്ക് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇവര് പറയുന്നത്. ഏഹ് അപ്പൊ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ സ്നേഹിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാട്ടോ. ആ ആഗ്രഹമായിരുന്നു മെയിൻ സാധനം. എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് എനിക്ക് ഇവരിങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്കിങ്ങനെ കൂടുതൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഒക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത്. ഈശോ അടുത്ത് പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, എനിക്കും ഈശോയെ, എനിക്ക് ഇവരെ പോലെ ഒന്നല്ല, എനിക്ക് അവരെക്കാളും കൂടുതൽ അങ്ങനെ ഇവരെ പോലെ ഇവരാണ് എന്റെ കണ്ണിൽ ഇവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവര്. ഇപ്പം വിശുദ്ധരാണെങ്കിൽ ഇപ്പം ഫ്രാൻസിസ് അസീസിയാണ് ഈ ലോകത്ത് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അങ്ങനെ അപ്പൊ അങ്ങനെ പല വിശുദ്ധര്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈശോട് പറയും, ഈശോ ഇവരെ പോലെ ഒന്നല്ല, എനിക്ക് അതിലും ഇരട്ടി അങ്ങനെ അങ്ങനെ ഞാൻ ഈശോട് വാശിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് സാധനം വേണം. എനിക്ക് ഈശോടെ അങ്ങനെ ഈശോടെ എനിക്ക് ഫസ്റ്റ് സാധനം വേണം. ഞാൻ വെച്ചാ അങ്ങനെ എന്നുവെച്ചാ മറ്റേ യോഹന്നാന്റെ സാധനം അല്ല. യോഹനാനും സേവ്യപുത്രന്മാരും പോയിട്ട് ഇങ്ങനെ ചോദിക്കില്ലേ, വലതു ഭാഗത്തോ ഇടതോ, ആ ഒരു സാധനം ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, ഞാൻ അതാണോ ചോദിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ
കയറി പറ്റാൻ കാര്യമല്ലേ. അതിന് ഈശോയെ ഇതായിരുന്നു ഫസ്റ്റ് സാധനം. അപ്പം ഇങ്ങനെയായിരുന്നു മെയിൻ സാധനം. അപ്പൊ ഞാനിങ്ങനെ ഇവരിങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോ എനിക്ക് ഇനി അതിലിരട്ടി അങ്ങനെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഇവര് ഈ ആത്മാക്കളെ പ്രതിക്ക് വേദനിക്കപ്പോ ഞാനിങ്ങനെ പറയും, അപ്പൊ എനിക്ക് ഇതൊന്നും ഇല്ലല്ലോ, അപ്പൊ എനിക്ക് ഇത് കുറവാണല്ലോ, അപ്പൊ എനിക്ക് ഇവരെ പോലെ ആവണം. അപ്പം അങ്ങനെയൊക്കെ അതായിരുന്നു സ്റ്റാർട്ടിങ് സാധനം. അങ്ങനെയാണ് പിന്നെ പ്രാർത്ഥിക്കുന്നതും. പിന്നെ ഈ പിന്നെ വഴിയ വഴിയാണ് ഈ എപ്പോഴാന്ന് അറിയത്തില്ല, എപ്പോഴും ഇങ്ങനെ നമുക്ക് നമുക്ക് ഈശോയുടെ അങ്ങനെയൊക്കെ ഓരോ പറ്റുമോ? അതായത് ഇപ്പൊ എങ്ങനെ നമുക്ക് പറ്റുമെന്ന്. അങ്ങനെ അതിപ്പോ നമുക്ക് എങ്ങനെ ഒരാൾ അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയെ കുറിച്ച് പറയുകയും കാണുമ്പം നമുക്ക് അങ്ങനെ ഈശോയെ എനിക്ക് ആ അഭിഷേകം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അഭിഷേകത്തിലേക്ക് എത്താൻ പറ്റുമോ? നമുക്ക് ആ ഒരു ഈ പലരും അഭിഷേകം പകർച്ചവ്യാധിയാന്ന് ഇങ്ങനെ പറയാറുണ്ട്. അത് ആഷ്ലി ഉം. ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ആഷ്ലി പറയുന്നത് അല്ലേ? അപ്പൊ ആഷ്ലി അത് ഉം. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി. ഇപ്പോൾ ആഷ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആഷ്ലിക്ക് അപ്പം ഇപ്പൊ ആഷ്ലി അപ്പൊ ഒരാളുടെ അഭിഷേകം കാണാൻ ആഷ്ലി ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്ക് ഇതുപോലെ പറ്റണം, എനിക്ക് ഈശോ ഇതുപോലെ ശക്തമായ അഭിഷേകം കൊടുക്കാൻ പറ്റണം എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ ആഷ്ലി ഇപ്പൊ അങ്ങനെ അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് ഈ അഭിഷേകം വേണമെന്ന് പ്രാർത്ഥിച്ചാൽ അവർക്കും അത് കിട്ടുമെന്നാണ് ആഷ്ലി പറയുന്നത്. ഉറപ്പായിട്ടും കിട്ടും. കാരണം നമ്മുടെ എന്നാ ഈ വചനം പറയുന്ന ഒരു സാധനം ഇല്ലേ എന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇപ്പം ഉം. എനിക്ക് ആദ്യമേ എനിക്കൊരു വിശ്വാസം വന്നു, ഈശോ ഇത് ജീവനുള്ള ഈശോ ആണ്. ഇത് ജീവനുള്ള ഈശോ ആണ്, ഇത് വിശ്വാസമുണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് ഇത് നിലനിൽക്കണം അല്ലേ, നമ്മൾ ഇതില് ഇത് പോരാ എന്ന് വെച്ചാൽ നമ്മള് അറിഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും, നമ്മള് കൂടുതൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോ ഈശോയെ സ്നേഹിക്കാനാണെന്നും, ഈ ലോകത്തെക്കാൾ ഈ ലോകത്തുള്ള ആരെക്കാളും അധികം ഞാൻ ഈശോയെ സ്നേഹിക്കണം എന്നുള്ളൊരു സാധനം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സാധനമാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നുള്ള സാധനമാണ്. ഇതാണ് നമ്മളെ കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ അതിന്റെ ഒരു പ്രാന്തിലാണ് നമ്മൾ എന്ത് വേണേലും ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിൽ ആ ഒരു യാത്രയിൽ കർത്താവ് എല്ലാം നമുക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഇടും. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങള്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റും. എനിക്ക് എന്തൊക്കെയാണോ ഇത് ആഗ്രഹത്തിന്റെ, ഈ കർത്താവ് ഇത് നോക്കും, ഈ ആഗ്രഹം നോക്കുവേ, ഈ ആഗ്രഹം നോക്കും, ഈ ആഗ്രഹം എന്തോരം ആണെന്ന് ഈശോ നോക്കും. ഈ ആഗ്രഹം ഇപ്പൊ എനിക്ക് ആത്മാക്കളെ പ്രതിയുള്ള വേദന എന്തുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള സാധനം ഈശോ നോക്കും. ആ ആഗ്രഹം കർത്താവ് നോക്കിയിട്ടാ കർത്താവ് നമുക്ക് സാധനം തരും. ഇപ്പൊ മെയിൻ ആയിട്ട് ഈശോയുടെ ഹൃദയത്തിനുണ്ടായ വേദന എന്താണെന്നറിയോ? ഈ ഈശോയുടെ ഹൃദയത്തിനുണ്ടായ വേദന എന്ന് പറയുന്നത് ഈ നിന്ദിക്കലായിരുന്നേ. ഈശോയുടെ സ്നേഹം ഇങ്ങനെ നിന്ദിക്കലായിരുന്നു. അത് ഭയങ്കര വേദനയായിരുന്നു ഈശോയ്ക്ക്. അപ്പൊ ഈ സ്നേഹം അറിഞ്ഞിട്ടും സ്നേഹത്തെ നിന്ദിക്കുമ്പോ ഈശോയ്ക്ക് ഭയങ്കര വേദനയാ. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ വിസിബിൾ ആയിട്ട് ഈശോ തന്നിട്ടുണ്ടല്ലോ. ഈശോ ഇങ്ങനെ സ്നേഹം എന്താണെന്നും ഇത് വികാരണയായിട്ടും അങ്ങനെ എല്ലാം എന്താണെന്ന് അറിയാം. ഈ ശുശ്രൂഷകർക്കാണെങ്കിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ഈ ഈ അറിഞ്ഞ ആൾക്കാര് ആ കൂടുതൽ തീക്ഷ്ണത അതൊക്കെ അതാ അവരുടെ ആ ഒരു ആഗ്രഹത്തിനൊത്ത് കർത്താവ് കൊടുക്കുന്നെന്നുള്ളൊരു സാധനമേ. ഇപ്പൊ കറങ്ങി 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 വേറെ എവിടെ പോയി? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഭിഷേകം പകർച്ചവ്യാധിയിലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആഷ്ലി ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വേറെ സൈഡിലേക്കൊക്കെ പോകുമല്ലോ. അപ്പൊ ആ സൈഡിലേക്കൊക്കെ പോയി. അപ്പം പിന്നെ അതിനെ കുറിച്ച് ആഷ്ലിക്ക് എന്താ തോന്നുന്നത്? ആഷ്ലി ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ പിന്നെ പറഞ്ഞ് എന്നാന്നറിയോ, ഇപ്പൊ വേറൊരു ഞാനിപ്പോ കൺട്രി പോയപ്പോഴാണ്. ആ. എനിക്കിപ്പം ഇപ്പൊ നമ്മൾക്ക് വരുന്ന പോലെ പറയുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ ഇന്നത് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ. ഞാനിങ്ങനെ പറയുമ്പം ആ അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയും ഈശോയുടെ സ്നേഹം കിട്ടണം. എങ്ങനെയും അതിപ്പോ ഞാൻ എന്ത് പറയുന്നു അത് ചിലപ്പം ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വേർഡിൽ കിട്ടുമായിരിക്കും. അത് ഏതാ വേർഡെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ആ ഒരു ഇതേ ഉള്ളൂ. അവർക്ക് സാധനം ഈശോയുടെ സ്നേഹം വേണം. വെച്ചാ അങ്ങനെ അപ്പൊ അവരുടെ ആ ഒരു സാധനം മനസ്സിൽ കണ്ടിട്ടേ ഓക്കെ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ആഷ്ലി ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഞാൻ കയറി പിടിക്കും കേട്ടോ. ഈ കൺട്രി മാറി പോകുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ കയറി അടുത്ത ക്വസ്റ്റ്യൻ ഇടും. പിടിച്ചു. ആഷയുടെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറയാം, ഒരു ദിവസം എങ്ങനെയാണ്? ഡെയിലി ലൈഫോ? ഡെയിലി ലൈഫ് ഒരു എന്ന് ഒരു പറഞ്ഞാൽ ദിവസം അങ്ങനെ ഒരു ദിവസം എങ്ങനെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും, എങ്ങനെ പോകും, എങ്ങനെ അതാ എന്റെ ഒരു എനിക്ക് പ്രോസസ്. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിങ്ങനെ അതിന് അനുസരിച്ചൊന്നും പോകാറൊന്നുമില്ല.
പല ദിവസം പല രീതികളൊക്കെ ആയിരിക്കും. വെച്ചാൽ ഞാനിങ്ങനെ ഏഹ്, എനിക്കറിയാം രാവിലെ എണീറ്റ് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് രാവിലെ എണീറ്റ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെ 3 മണിക്കൊക്കെ അലാമൊക്കെ വെക്കുകയും ചെയ്യും. പണ്ടൊക്കെ എണീക്കായിരുന്നു, പക്ഷെ ഇപ്പൊ ഒട്ടും എണീക്കാൻ പറ്റാത്തൊരു എത്രയാണെങ്കിലും എണീക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിങ്ങനെ രാവിലെ എണീക്കുമ്പം രാവിലെ ഒരു 6 മണി, കുർബാന 6:30-ക്കാണ്. അപ്പം കുർബാനയ്ക്ക് പോയിരിക്കും ചിലപ്പോ. കുർബാനയ്ക്ക് എന്നെ ആർച്ചാന് ദൈവകൃപയിൽ ഈശോ എന്നെ കുർബാനയ്ക്ക് വിടുന്നുണ്ട്. അപ്പൊ 6 മണിയാകുമ്പം ഈശോ എണീപ്പിക്കും. എണീപ്പിച്ച് കഴിഞ്ഞിട്ട് എണീക്കുമ്പോഴേ ഞാൻ ചിലപ്പോ ചില ദിവസങ്ങളിൽ കിടക്കാൻ നേരത്ത് ചിലപ്പം എന്നാ ഇങ്ങനെ ചില ചില കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എണീക്കുമ്പോ അത് തന്നെയായിരിക്കും ഓർക്കുന്നത്. ഞാൻ ചിലപ്പോൾ പരിശുദ്ധമ്മനെ വിളിച്ച് കിടക്കുവാണെങ്കിൽ ഞാൻ എണീക്കുമ്പോഴേ ഞാൻ പരിശുദ്ധമ്മനെ വിളിച്ചായിരിക്കും എണീക്കുന്നത്. ചില ദിവസങ്ങൾ കേട്ടോ, അങ്ങനെ എല്ലാ ദിവസവും ഇല്ല. ചില ദിവസങ്ങളിൽ ഞാൻ പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കണമല്ലോ രാവിലെ എണീക്കുമ്പോഴേ. ഇതറിയണമല്ലോ, ഇതറിയാലോ. ചില സമയത്ത് ഇത് ഓർക്കത്തില്ല, ചില സമയത്ത് ഓർക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ചാടി ഇരിക്കും. ചില ദിവസം കേട്ടോ, ഇങ്ങനെ ചാടി നമുക്ക് ഇത് വേണല്ലോ, പരിശുദ്ധാത്മാവ് നിരീക്ഷിക്കണല്ലോ. അങ്ങനെ ചില ദിവസങ്ങളൊക്കെ എണീക്കും. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഇങ്ങനെ പരിശുദ്ധാത്മ ശരിക്കും ഗൈഡ് ചെയ്യുന്ന നമുക്ക് ശരിക്കും മനസ്സിലാവുകയെ. എന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങള് പ്രചോദനങ്ങൾ തന്നിട്ടേ, ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യണ്ട, ചെയ്യ്, അങ്ങനെ ഒരു സാധനം ഉള്ളിൽ ഇങ്ങനെ തരുന്നതായിട്ട് അങ്ങനെ വിളിച്ച് എണീക്കുന്ന ദിവസം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും വിളിക്കണതാണ്, പക്ഷെ ചില ദിവസം അങ്ങനെ പറ്റാറില്ല. പിന്നെ ഞാൻ കുർബാനയ്ക്ക് പോകുന്നു. പിന്നെ ചില ദിവസം ഹോസ്റ്റലിലാണ് ഞാൻ, ഏകദേശം അപ്പൊ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ മാസത്തിൽ പോകുന്നു. 2 ദിവസം തന്നെ. ഈ ചില എന്നെ ദിവസം ചില അങ്ങനെ മാസത്തിൽ ഇപ്പൊ 2 ഞാൻ ദിവസം അതൊന്നും ഓർക്കാൻ അല്ല, അത് അങ്ങനെ പറഞ്ഞോളൂ. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ എല്ലാ ദിവസവും വിളിച്ച് എണീക്കണം. അങ്ങനെ ഞാന് രാവിലെ ഇപ്പം ഫുഡ് കഴിച്ച് വന്നിട്ട് ഞാൻ പേഴ്സിപ്പയർ ചെയ്യാൻ പോകും. ഇപ്പം അവധിയുള്ള ദിവസമാണെങ്കിൽ പേഴ്സിപ്പയർ ചെയ്യാൻ പോകും. അല്ലാത്ത ദിവസമാണെങ്കിൽ കോളേജിൽ പോകണം, 9 മണിക്ക് കോളേജിൽ പോകും. ഇപ്പൊ ഒറ്റയ്ക്കുള്ള സമയം ഉറപ്പായിട്ടും കയ്യിൽ കൊന്ത ഉണ്ടെങ്കിൽ കയ്യിൽ കൊന്ത ചെല്ലുമായിരിക്കും. അപ്പം ഒരു രഹസ്യം 2 രഹസ്യം എണ്ണൊക്കെ തെറ്റിപ്പോകും, പക്ഷെ കയ്യിൽ കൊന്ത ഉണ്ടാവും. പോക്കറ്റിൽ ഇങ്ങനെ കൊന്തയിടും, കൊന്ത ചൊല്ലിക്കൊണ്ട് പോകും. അപ്പൊ എനിക്ക് എന്റെ ക്ലാസ്സിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവളുടെ അടുത്ത് എനിക്ക് ഇരിക്കുന്നത്, അവളൊരു ഹിന്ദുവാ. അപ്പം എനിക്ക് അവളോട് ഇങ്ങനെ ഈശോയെ പറ്റി പറയണതൊക്കെ ഉണ്ട്, പക്ഷെ ഈശോയെ പറയണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ ഇതുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോക്കെ ഈ പാട്ടൊക്കെ പാടി എങ്ങനെയൊക്കെ, അപ്പൊ അതൊക്കെ അവൾക്ക് ഇഷ്ടം. അപ്പൊ അതൊക്കെ കേട്ടോണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ദിവസം പോകുന്നത്. നമ്മുടെ കൂടെ ഈശോ ഉണ്ടല്ലോ, ഇതിലെല്ലാത്തിലും ഈശോ ഉണ്ടല്ലോ. നമ്മള് എല്ലാ ദിവസവും നമ്മൾ നടക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും കൂട്ടുകാരുടെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴും ഇപ്പൊ ഇവളുടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ഈശോ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈശോയുടെ സ്നേഹമാണല്ലോ കൊടുക്കുന്നതും. ഇപ്പൊ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഈശോയെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ എപ്പോഴും ഓർക്കാൻ പറ്റാറില്ല, പക്ഷെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഈശോ ഓർക്കും. ഈശോ കൂടെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാം. അങ്ങനെ തിരിച്ച് വൈകിട്ട് വരുന്നു. വൈകിട്ട് വന്നിട്ട് എന്നാ പിന്നെയും ചാപ്പിലി പോകുന്നു. ചാപ്പിലി പോയി ഈ സമയമുണ്ടേ ചാപ്പിലി ഇരിക്കും. ഒരു ഇനിയും സമയമുണ്ടേ ചാപ്പിലി ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കൊന്തയ്ക്ക് പോകുന്നു. അങ്ങനെ പിന്നെ രാത്രി നന്മത്തിന്റെ മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതിൽ കയറും. എന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കും. എല്ലാ ദിവസവും ചിലപ്പോൾ പറ്റത്തില്ല, ചിലപ്പോൾ ചില ദിവസം മറന്നു പോകും. അതാ കാര്യം അപ്പൊ കാര്യം പറഞ്ഞില്ലേ? ഓർക്കുന്ന ദിവസം ഇങ്ങനെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇന്ന് രാവിലെ ചെയ്ത തൊട്ട് രാത്രി ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും. ഈശോയോട് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ പറയും. അങ്ങനെ ഒരു സാധനമാണ് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എന്നിട്ട് ലാസ്റ്റ് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പൊ എന്നിട്ട് കിടക്കും. ആ കിടത്ത് കഴിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ ഓർത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേ ഇങ്ങനെ പരിശുദ്ധാത്മാന്ന് പറഞ്ഞ് ചാടി ഇരിക്കും. അതെ അതെ, ഒരു ദിവസം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച കാര്യമേ, ആഷ്ലി ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ആഷ്ലി ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യാത്ത സമയത്ത് അത് ഇപ്പൊ ഒരു റെക്കോർഡ് എഴുതുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണ്, ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ആഷ്ലി സ്തുതിക്കുന്ന കാണാറുണ്ട്. ചുമ്മാ ഇരിക്കും ആഷ്ലി അങ്ങ് സ്തുതിക്കും. ഉം. സ്തുതിക്കും, എന്നിട്ട് വർക്ക് ചെയ്യും, എന്നിട്ട് സ്തുതിക്കും. അപ്പൊ അത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അത്. അത് ആ ഒരു അപ്പൊ ഞാൻ ആഷ്ലി അങ്ങനെ ചെയ്തപ്പോ എന്റെ മനസ്സിൽ കൂടെ വന്നൊരു വചനം, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നൊരു വചനം എന്റെ ഉള്ളിലോട്ട് വന്നായിരുന്നേ. അപ്പൊ ആഷ്ലി ഉം. അങ്ങനെ ഓരോ സമയങ്ങളും ഓരോ സമയത്തിലും കിട്ടുന്ന കൃപകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഓരോ സമയത്തിലും ഓരോ കൃപകൾ ഒഴുകുന്നുണ്ട്, ആ കൃപകൾ നമ്മൾ ആക്സസ് ചെയ്യണം. ആ കൃപ പിന്നെ ഉം. അടുത്ത സമയത്ത് കിട്ടത്തില്ലെന്ന് കേട്ടിട്ടില്ല. അതുപോലെ ആഷ്ലി ഇങ്ങനെ ആ സമയത്ത് സ്തുതിക്കുന്ന കണ്ടപ്പോഴേക്ക് നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യേണ്ട, ചുമ്മാ ഇരിക്കുന്ന സമയത്ത് സ്തുതിക്കണമെന്നില്ല, പക്ഷേ ആഷ്ലി ചുമ്മാ ഇരിക്കുന്ന സമയത്ത് സ്തുതിക്കും. അതിന്റെ ഒരു സാധനം എന്താ? ഇപ്പൊ ഈ പറഞ്ഞതിൽ ഇപ്പം സ്തുതിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പം
ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ കൃപകൾ കിട്ടും, ഇതൊന്നും ഓർത്തിട്ടല്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൃപ കിട്ടും അത് ഓർത്തിട്ടൊന്നും അല്ല സ്തുതിക്കുന്നത്. ഇപ്പൊ സ്തുതിക്കുന്ന ഇപ്പൊ എന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഈ സ്വർഗത്തിൽ കംപ്ലീറ്റ് സ്തുതിപ്പാണല്ലോ. അപ്പൊ ഈ സാധനം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഓർക്കുമ്പം എല്ലായ്പ്പോഴും ഈശോ ഓർക്കുന്നുണ്ടല്ലോ, എല്ലായ്പ്പോഴും ഈശോ ഓർക്കും. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് എപ്പോഴും ഓർക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്മരത്തിലോട്ട് വന്നത് പോലും എനിക്ക് ഫുൾ ടൈം ഈശോ ഓർക്കാൻ പറ്റണം. അതിനായിരുന്നു അങ്ങനെയായിരുന്നു അതിന്റെ ഒരു സാധനം. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ ഈശോയുടെ സമയത്ത് എനിക്ക് ഈശോ ഓർക്കാലോ. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്മരത്തിലോട്ട് വന്നതൊക്കെ. അപ്പൊ ഈ കണക്റ്റഡ് ആവണം ഉള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പൊ അതിന് ഞാനിങ്ങനെ അതായത് എന്തിനാണ് ഇങ്ങനെ സ്തുതിക്കാത്ത സമയത്ത് എങ്ങനെ കണക്റ്റഡ് ആവുന്നത്? നമ്മൾ പഠിക്കുന്ന തുതിക്കാത്ത സമയത്ത് സമയത്ത് എന്ന് കണക്റ്റഡ് ആവാൻ പറഞ്ഞാൽ പറ്റും. ഞാനിപ്പം ഇതിപ്പോ പുറമേന്ന് കാണുമ്പോ ഞാൻ ചിലപ്പോ വാഗോണ്ട് തുതിക്കുന്നത്, ഞാൻ ഉള്ളിൽ ചിലപ്പം ചില സമയത്ത് എനിക്ക് വാഗോണ്ട് തുറക്കും. അതങ്ങനെ അങ്ങനെ എനിക്ക് അറിയത്തില്ല. ചില സമയത്ത് ഞാൻ വാഗോണ്ട് തുതിക്കും. അത് ചില സമയത്ത് ഞാൻ ഉള്ളില് തുതിക്കുക. ചില സമയത്ത് എപ്പോഴും പറ്റണമെന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കണില്ല. ഓർക്കുന്ന സമയത്തായിരിക്കും ഈ തുതിക്കുന്നത്. അപ്പം ഓർക്കണമെന്നില്ല. പക്ഷെ ഈ കണക്റ്റഡ് ആവണം. ഇതിങ്ങനെ ചെയ്യുമ്പം ഈശോ ഈ സ്വർഗം മുഴുവൻ ഉണ്ടെന്നും ആ ഒരു സാധനം നമുക്കറിയാലോ. അപ്പൊ കണക്റ്റഡ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് എപ്പോഴൊക്കെയോ വന്നു പോകുന്നതായിരിക്കും. അല്ലാണ്ട് എപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞു. ആഷ്ലിയുടെ ഈ മാറ്റം കാണുമ്പോൾ ആഷ്ലിയുടെ കൂട്ടുകാർ ആഷ്ലിയെ കളിയാക്കാറുണ്ടോ? എന്തിനാടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇത്ര ഓവർ അല്ലേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കാറുണ്ടോ? ഉറപ്പായിട്ടും അത് എന്നെ ഇപ്പൊ അവള് ഹിന്ദുവും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ ഇവള് പറയും, ഉറപ്പായിട്ട് പറയും, എന്തിനാണിത് നിനക്ക് ഭ്രാന്തല്ലേ, വട്ടല്ലേ, ഇങ്ങനെ അങ്ങനെ പറയേ. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ "Yes, എനിക്കിതാണ് വേണ്ടത്." അങ്ങനെ അതായിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അങ്ങനെയല്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം ഏഹ് ഇത് അങ്ങനെ ഇപ്പം എന്റെ പത്രോസ് 4:14 പറയല്ലേ, ദൈവത്തിന് ആത്മാവ് നിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ അല്ല ഈശോയുടെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അല്ലേ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയുന്നു യെസ് എനിക്കിതാണ് വേണ്ടത്, യെസ് ഈശോയ്ക്ക് ഇതായിരുന്നു, യെസ് അതായിരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവളുടെ മുമ്പിലേക്ക് ഇരുന്ന് ചിരിക്കുകയും ചെയ്യും. അപ്പൊ ഇവള് ഒരു അങ്ങനെ ഒരു എനിക്കറിയത്തില്ല അത് വെച്ചാ അങ്ങനെ അങ്ങനെ ഒരു സാധനത്തിൽ അങ്ങനെ പോകുന്നതേ ഉള്ളൂ. ആഷ്ലി ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ ആഷ്ലി ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയുടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് തോന്നാം അപ്പൊ ആഷ്ലി ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ആഷ്ലിക്ക് പിന്നെ കൂട്ടുകാരുടെ ഒന്നും മിണ്ടാറില്ലാത്ത ആളായിരിക്കും, എപ്പോഴും ഇങ്ങനെ ഈശോയായിട്ട് കണക്ട് ആവണം അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആളാണെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നാം. ഏഹ് അങ്ങനെയാണോ ആഷ്ലി ഇങ്ങനെ ഈ ഈശോയായിട്ട് മാത്രമാണ് കണക്ഷൻ? അതിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാ? ഈ കൂട്ടുകാരായിട്ടൊക്കെ എങ്ങനെയാ? കൂട്ടുകാരൊക്കെ ആയിട്ട് സമൂഹത്തിൽ എങ്ങനെയാ? ഈശോയോട് മാത്രമാണോ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈശോയെ സ്നേഹിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈശോയുടെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവരെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു 3 ട്രയാങ്കിൾ ആ നിക്കുന്നതെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ ഞാന് എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഞാൻ വേറൊരു വ്യക്തി ഇപ്പൊ അല്ലെങ്കിൽ ഞാനൊരു വേറൊരു മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഈശോ ഉണ്ട് നടുക്ക്. അങ്ങനെ ആ ഈശോയുടെ ഇതിലാണ് നോക്കുന്നത്. ഈശോ ഇങ്ങനെയാണ് അവരെ കാണുന്നത്. ഈശോ അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈശോ ഇപ്പൊ ഞാൻ മനസ്സിൽ നോക്കുമ്പം ഈശോ ഈശോ ഇവരെ ഒന്നും എന്നെ മൈൻഡ് ചെയ്യാതൊന്നും ഇരിക്കുന്നില്ല. ഏഹ് ഇവരെ ഒന്നും സ്നേഹിക്കാതിരിക്കുന്നില്ല. ഈശോ നോക്കുമ്പോ ഈശോ ഇവരെല്ലാം സ്നേഹിച്ചോണ്ടിരിക്കുക. ഈശോയുടെ സ്നേഹം ഈശോയുടെ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിന് ഇവരുടെ സ്നേഹം വേണം. ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്നേഹം നമുക്ക് ബാക്കിയൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അതല്ലേ ഉദ്ദേശിച്ചത്? ആ അത് തന്നെ ഇപ്പൊ നമുക്ക് വെച്ചാ ഈശോയുടെ സ്നേഹം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളെ കർത്താവ് എന്തോരും നമ്മളിൽ നിന്ന് എന്തോരം സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് ഈശോ എന്തോരം സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ എന്ന് വെച്ചാൽ ഈശോയെ മനസ്സിലാക്കി കഴിയുമ്പം ഈശോയ്ക്ക് ഈ നമ്മുടെ സ്നേഹമാണ് വേണം. നമ്മുടെ സ്നേഹം വേണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്നേഹവും വേണം. ബാക്കിയുള്ളവരുടെ സ്നേഹം ചുറ്റുമുള്ളവരുടെ സ്നേഹം വേണം. അപ്പൊ ചുറ്റുമുള്ളവരുടെ സ്നേഹം ഈശോയ്ക്ക് നമുക്ക് ഈ അറിഞ്ഞ ആൾക്ക് ഇപ്പൊ എനിക്ക് ഈശോയുടെ സ്നേഹം അറിയും, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാ ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നത്. ഞാൻ ഈ ഈ ഈ ഞാൻ ഞാനിപ്പോ ഓർക്കുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവളിങ്ങനെ എന്തോ എഴുതുക, അപ്പൊ ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ ഈ ഭയങ്കര വെച്ചാ എന്റെ മുമ്പില് ഈശോ സ്നേഹിക്കുന്ന ആളാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി അവളെ എന്തിങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തലോടാൻ എന്തോ എന്തോ തോന്നി. അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഒയ്യോ ഈശോ തൊടുവാണ്, ഈശോയ്ക്ക് തൊടണം അവളെ. അപ്പൊ എന്റെ ഉള്ളിൽ തോന്നുക
ഈശോയ്ക്ക് അവളെ തൊടണം. ഈശോയ്ക്ക് അവളെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്ന് സാന്ത്വനിപ്പിക്കണം. അങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഇത് തോന്നിയിട്ട് ഞാൻ അവളെ ഇങ്ങനെ 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 തലോടിയേ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ കാണുമോ ഈശോയാണോ തലോടി എന്നുള്ളത്. ഈശോയെ ഇങ്ങനെ അപ്പൊ ഇതുപോലെ കർത്താവ് ഇങ്ങനെ ഓരോരുത്തർക്കും സ്നേഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നിലൂടെ കർത്താവിന് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല.